السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعوة فيها سبحانك اللهم وتحية فيها سلام وآخر دعواهم الحمد لله رب العالمين. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. നമ്മളോദിയ പരിശുദ്ധ ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹാത്തുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെ എല്ലാം പ്രതിഫലം കൊണ്ട് എന്തെല്ലാം ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു വന്നവർ, ഏതെല്ലാം വിഷമതകൾ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി നിയത്ത് ചെയ്തു വന്നവർ, ഇവിടെ എല്ലാ മുറാദുകളെയും അല്ലാഹു സഫലമാക്കട്ടെ. എല്ലാ ഖൈറാത്തുകളും ബറകാത്തുകളും ജീവിതത്തിന്റെ നാനാ തുറകളിലും അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്കും നമുക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വിശേഷമായി ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസിയത്ത് ചെയ്ത് വന്നു ചേർന്നിട്ടുള്ള പോത്തങ്കോട് നിസാമുദ്ദീൻ എന്ന സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും വന്നവരെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ആഫിയത്തോടെ ഖൈറായ ബറക്കത്തായി ദീർഘായുസ്സും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് ശാന്തിപുരം ഷിഹാബുദ്ദീൻ സാഹിബ് മരണപ്പെട്ടിട്ട് ഫെബ്രുവരി 3 ആകുമ്പോൾ 40 ദിവസം പൂർത്തിയാവുകയാണ്. അല്ലാഹു മഗ്ഫിർ ലഹു വറഹ്മഹു. ആ പിതാവിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗം നസീബാക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നാളെ പരലോകത്തെ വിജയികളിൽ അല്ലാഹു ആ പിതാവിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓതിയ പരിശുദ്ധ ഖുർആൻ, ദിക്ർ, സ്വലാത്തുകളുടെ പ്രതിഫലം സവാബ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ വയ്യാനം ഷീബ എന്ന സഹോദരിയുടെ കുടുംബത്തിലെ എല്ലാവർക്കും ശരീരത്തിന് സുഖവും ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ നിഅമാത്തുകളും അല്ലാഹു കൊടുക്കട്ടെ. അതുപോലെ കീഴായിക്കുളം ജുമൈല എന്ന സഹോദരിയുടെ എന്തെല്ലാം അസ്വസ്ഥതകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ടോ ഒക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അവരുടെ കിഡ്നി സംബന്ധമായ അസ്വസ്ഥതയുടെ പേരിൽ ഒരു ടെസ്റ്റ് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞത് ആശങ്കപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങാനുള്ള മനസ്സമാധാനം കിട്ടുന്ന റിസൾട്ടിനെ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ അതുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ അവരുടെ മകൾ ജിൻസിയാക്കും മക്കൾക്കും എല്ലാവിധ ഖൈറും ആരോഗ്യവും ആഫിയത്തും ബറക്കത്തും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മാവേലിക്കര ചുനക്കര ഷീന റസാഖ് എന്ന സഹോദരിയുടെ മാതാവ് ചുനക്കര മുഹമ്മദായ ബീവിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. പിതാവിന്റെ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആഫിയത്തും ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ ശ്രീലങ്ക സ്വദേശിയായ ഒരു സഹോദരി സഹീല ബാനു, അവരുടെ രോഗത്തിന് അല്ലാഹു പരിപൂർണമായി ശിഫ കൊടുക്കട്ടെ. ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും നിഅമാത്തുകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തേമ്പാമ്പോട്ട്
മഹ്മൂദ് ജസ്ന എന്ന സഹോദരിക്ക് അല്ലാഹു ശരീരത്തിന് സുഖവും സ്വസ്ഥതയും ബറക്കത്തും നൽകട്ടെ. അവരുടെ മകന് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അവിടെ കേസുമായി നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ വിധി അവർക്ക് അനുകൂലമായി മാറുകയും എല്ലാവിധ സന്തോഷവും സമാധാനത്തിനും വഴി അല്ലാഹു തുറന്നു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ അൽഹംദുലില്ലാഹ് പടച്ചവന്റെ പ്രത്യേകമായ കരുണ തൗഫീഖ് കൊണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് അവസാനം ഈ ദുആഇന്റെ മജ്‌ലിസിൽ ഈ സാധുക്കളായി സ്ഥാപനത്തിലെ ഈ മക്കളോടൊപ്പമുള്ള ദുആയിൽ പ്രതീക്ഷയർപ്പിച്ച് അവസാന പ്രതീക്ഷയായി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന വെമ്പായം ബജാസ് അബ്ദുൽ വാഹിദ് എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ദുബൈയിലെ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷമതയിൽ അദ്ദേഹം നിയത്ത് ചെയ്ത് കൂട്ടുകാരോടൊപ്പം തുടങ്ങുന്ന സംരംഭവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് അത് ലഭിച്ചിരിക്കുന്നു. ഇനി അതിന്റെ മറ്റ് തടസ്സങ്ങളൊക്കെ മാറി ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ പദ്ധതികളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം അല്ലാഹു കൊടുക്കട്ടെ. അതിന്റെ വഴിയെ നാഥനായ റബ്ബ് എളുപ്പമാക്കി കൊടുക്കട്ടെ. അതിനെല്ലാ ബുദ്ധിമുട്ടുകളും ഒരു തടസ്സങ്ങളും ഇല്ലാതെ അല്ലാഹു റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ട്രസ്റ്റിന്റെ വൈസ് ചെയർമാനും ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക അംഗങ്ങളിലുള്ള സഹസ്ഥാപകനുമായ ബഹുമാന്യനായ നജൂമുദ്ദീൻ ഉസ്താദും സുഹൃത്തുക്കളും ഗൾഫിൽ ആരംഭിച്ചിരിക്കുന്ന സ്കൂൾ പ്രസ്ഥാനം അതിന്റെ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ട് ഷർറ് ബലാ ആണോ, ആയിനീങ്ങളുടെ ഐന് ഹാസദീങ്ങളുടെ ഹസദ്, എല്ലാ സാഹിര്യങ്ങളുടെ സെഹർ, എല്ലാ ഷർറ് ബലാ മുസീബാത്തുകളും അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടങ്ങളെ അല്ലാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കും മാറാകട്ടെ. അതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ വർഷങ്ങളായിട്ടുള്ള സഹകാരി ബാലരാമപുരം വഴിമുക്ക് സ്വദേശി നസീർ സാഹിബ് കുടുംബവും അല്ലാഹു ഇരുവരെയും അവരുടെ മക്കളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കളുടെ വിഷയത്തിലൊക്കെ പരിശുദ്ധമായ ദീനിന്റെ അറിവ് നൽകാൻ ആഗ്രഹിച്ച പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്ത് അംജദ് എന്ന സഹോദരന്റെ പിതാവ് അബ്ദുൾ റഷീദ് സാഹിബ് മരണപ്പെട്ടിടത്തേക്ക് 5 ദിവസമാവുകയാണ്. ആ പിതാവിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. സ്വർഗാവകാശികൾ അല്ലാഹു പെടുത്തട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അയലുകാർ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ നിഅമാത്തുകളും ബറകാത്തുകളും അല്ലാഹു നൽകുമാറാകട്ടെ. ആ കുടുംബം ആ പിതാവിന് വേണ്ടി ചെയ്ത എന്തെല്ലാം നന്മകളുണ്ടോ അതിനെ ഒക്കെ അല്ലാഹു കബൂൽ ചെയ്ത് സ്വർഗം നസീബാക്കി ജന്നാത്തുൽ ഫിർദൗസിന്റെ അയലുകാരിൽ പെടുത്തുമാറാകട്ടെ. അതുപോലെ നസീർ സാഹിബിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങള്, മാതാപിതാക്കൾ, വേണ്ടപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു പ്രകാശപൂരിതമായ പരലോകം കൊടുത്തിട്ട് സ്വർഗാവകാശികൾ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എത്രയെങ്കിലും കാലങ്ങളായി പ്രസ്ഥാനത്തിനെ അങ്ങേയറ്റം സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന കോട്ടയം സ്വദേശിയായ സജീർ എന്ന സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന് എല്ലാവിധ ഖൈറാത്തുകൾ, നിഅമാത്തുകൾ, ബറകാത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ സംരംഭങ്ങൾ അല്ലാഹു വിജയം കൊടുക്കട്ടെ. ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കുവൈറ്റിൽ കഴിയുന്ന സ്വാദിഖ് എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെയും ഉപജീവന വഴികളിൽ പ്രസ്ഥാനങ്ങളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാ നിഅമാത്തുകളും അല്ലാഹു നൽകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വാളക്കാട് സജിൻ മോഡൽ ബ്രെഡ് നടത്തുന്ന സ്ഥാപനം അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സഹോദരനെയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെയും വിജയിപ്പിക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ പിതാവിന് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പടച്ചറപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്തെ വിജയികൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. കമ്പനിയിലെ സ്റ്റാഫുകൾ, മറ്റനുബന്ധമായിട്ടുള്ള പ്രവർത്തകർ എല്ലാവർക്കും നല്ല ബറക്കത്തും മനസ്സമാധാനവും സ്വന്തം സ്ഥാപനത്തിനോടൊന്നുള്ള ആത്മാർത്ഥതയും വിശ്വസതയും ഒക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഉപജീവന വഴിയിൽ എല്ലാ തരത്തിലും അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കരുണയുടെ കവാടം തുറന്നു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മറ്റെന്തെല്ലാം തരത്തിലുള്ള വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവർ ഓരോരുത്തരും നിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ച വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മറന്നുപോയാലും മറന്നു പോകാത്ത റഹ്മാനായ റബ്ബേ നിന്റെ അടുക്കൽ അത് മുഴുവനും വ്യക്തമാണ്. അതൊക്കെ നീ സ്വീകരിച്ച് കബൂലാക്കണം റഹ്മാനെ. ആമീൻ 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 ആമീൻ. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഓരോരുത്തരും അവരുടെ നിയ്യത്തുകൾ മനസ്സിൽ കരുതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوفي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا بزمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا في عيشنا وفي معيشتنا وفي زراعتنا وفي تجاراتنا وفي معاملاتنا وفي معاشراتنا وفي سائر أمورنا وفي سائر أعمالنا تامة يا رب العالمين. بركة ورحمة وسلامة تامة يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن آناء الليل وأطراف النهار. ربنا عليك توكلنا وإليك أنبنا وإليك المصير. أرحم الرحيماയ ദയാലുവായ അല്ലാഹ്, കരുണാവാനിധിയായ റഹ്മാനേ, കാരുണ്യക്കടലായ റബ്ബേ, സ്നേഹനിധിയായ അല്ലാഹ്, കരുണയുടെ ദയാലുവായ തമ്പുരാനെ, നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ തട്ടിക്കളയല്ല അല്ലാഹ്. പാപികളായ ദോഷികളായ സാധുക്കൾ നിന്റെ ദർബാറിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ കൈനീട്ടി യാചിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ, ഈ യാചനയുടെ കരങ്ങളെ നീ നിഷ്ഫലമാക്കല്ല അല്ലാഹ്, നീ നിഷ്ഫലമാക്കല്ല അല്ലാഹ്. പാപികളാണ്, ദോഷികളാണ് റബ്ബേ, അത് നോക്കിക്കൊണ്ട് ഞങ്ങളെ നീ മാറ്റി നിർത്തല്ല അല്ലാഹ്. പാപികളായ ഞങ്ങളെ നീ മാറ്റി നിർത്തല്ല അല്ലാഹ്. പടച്ചറബ്ബേ, റഹീമായ നാഥാ, കാരുണ്യക്കടലായ റഹ്മാനേ, അല്ലാഹുവേ, പടച്ചറബ്ബേ, ഏതെല്ലാം നിയ്യത്തുകളുമായി ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായി മക്കളായി പറയുന്ന ദുആഇന്റെ മജ്ലിസിൽ വന്നവരുണ്ടോ, നിയ്യത്ത് ചെയ്തവരുണ്ടോ? ചെറുതും വലുതുമായി ഒട്ടേറെ സംഭാവനകൾ, സഹായങ്ങൾ നൽകിക്കൊണ്ട് സഹായിച്ചുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. വിവിധങ്ങളായ രൂപത്തിലൂടെ ഈ പ്രസ്ഥാനത്തിന്റെ ബാധ്യതകളുള്ളവരുണ്ട് അല്ലാഹ്. അവരുടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളെ, മുറാദുകളെ നീ നിറവേറ്റണേ അല്ലാഹ്. രോഗങ്ങളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ദൂരീകരിച്ചു കൊടുക്കണം അല്ലാഹ്. പടച്ചറബ്ബേ, റഹ്മാനായ നാഥാ, വിശിഷ്യ ഇന്നത്തെ ദിവസം പ്രത്യേക ദുആ വസിയത്തുമായി വന്നു ചേർന്നവർ അല്ലാഹുവേ, വിവിധങ്ങളായ അസ്വസ്ഥതകൾ ഉള്ളവരാണ് റബ്ബേ. മുഴുവൻ രോഗങ്ങളടങ്ങേറുകളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രതിസന്ധികളിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്. പരിപൂർണമായ ഖൈറാത്തുകളും ബറകാത്തുകളും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹായികൾ, ഭാര്യ സന്താനങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ ആരെല്ലാം ഇന്നേ വരെ ഞങ്ങൾക്ക് വേണ്ടി നല്ല നന്മകൾ ചെയ്തോ അവരെ ഒക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ഹബീബായ ഞങ്ങളുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ പരിപാവനമായ പുണ്യമായ ഹദ്റത്തിൽ ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
പടച്ച റബ്ബേ, ഞങ്ങൾ എത്ര തെറ്റുകൾ ചെയ്താലും കുറ്റങ്ങൾ ചെയ്താലും നിന്റെ വിശാലമായ മഗ്ഫിറത്തിൽ ഒന്നിൽ മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ട് ചോദിക്കുന്നു റബ്ബേ, നീ പുറത്തു തരണമല്ലോ, നീ പാഴാക്കി കളയല്ല റബ്ബേ, നീ നിഷ്ഫലമാക്കി കളയല്ല അല്ലാ, നീ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാ. പടച്ചവനെ, ഏതെല്ലാം നിയ്യത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ടാരെല്ലാം ഈ മജ്‌ലിസിൽ വന്നു ചേർന്നവരുണ്ടോ, കരുതുന്നവരുണ്ടോ, ഇരിക്കുന്നവരുണ്ടോ, അവരിൽ ഒരാളുടെ പോലും നിയ്യത്തിനെ നീ വൃഥാവിലാക്കല്ല അല്ലാ, നീ നഷ്ടവാളികളിൽ പെടുത്തല്ല അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണം റബ്ബേ. അല്ലാഹുവേ, നാഫിആയ ഇൽമ തരണേ അല്ലാ, ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാ. എല്ലാവിധ സലാമത്തിന്റെ സമാധാനത്തിന്റെ വഴികളെ നീ തുറക്കണേ അല്ലാ. اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.